ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ഒരു കപ്പ് റവയും ഒരു കോഴിമുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് റവയാണ്. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള മുട്ടയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മിക്സാക്കി എടുത്ത സമയത്ത് കുറച്ച് കട്ടിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് എക്സ്ട്രാ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് കട്ടിക്കായിട്ടുള്ള മാവല്ല വേണ്ടത്, കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ അപ്പക്കാരം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ വലിയ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ട. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് സമയം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാനിൻ്റെ താഴ്ഭാഗത്തായിട്ട് പഴയൊരു അലൂമിനിയത്തിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും തവ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാവും, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഇനി അടച്ചു വെച്ച് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ടൈമിൽ കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ മുകൾ ഭാഗത്ത് കുറച്ച് വെള്ളം പോലെ നിൽക്കുന്നുണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള വേറൊരു പാനിലേക്ക് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പോളയാണ്. രാവിലത്തേക്കായാലും വൈകുന്നേരത്തേക്കായാലും എല്ലാവർക്കും ഇഷ്ടമാവും, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ബീറ്ററിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.